പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇന്നും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നത്. ഇനിയും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ക്രിസ്തുവിൽ ആമേൻ വേരൂന്നി ഉറപ്പോടെ ആമേൻ സ്തോത്രം നിലനിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരായി കർത്താവ് നമ്മെ മാറ്റും. നമുക്ക് വായിക്കാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31-32 വചനങ്ങൾ. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ലൂക്ക് ചാപ്റ്റർ 22 verse 31 and 32. Simon, Simon, Satan has asked to sift all of you as wheat, but I have prayed for you, Simon, that your faith may not fail. And when you have turned back, strengthen your brothers. Amen. Praise the Lord. Hallelujah. ഇവിടെ വായിക്കുന്നു, യേശു കർത്താവ് ശിമോനോട് പറയുക, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. സാത്താൻ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ പാറ്റിക്കളയേണ്ടതിന് അല്ല, അതായത് യേശുവിങ്കിൽ നിന്ന് അകറ്റിക്കളയേണ്ടതിന്, വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ടതിന് കൽപ്പന ചോദിച്ചു. എന്നാൽ ആമേൻ യേശു വ്യക്തമായി പറയുന്നു, വ്യക്തിപരമായി പറയുന്നു, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിക്കുന്നു, ബട്ട് ഐ ഹാവ് പ്രേയ്ഡ് ഫോർ യു സൈമൺ ദാറ്റ് യുവർ ഫെയ്ത്ത് മേ നോട്ട് ഫെയിൽ. അപ്പോൾ യേശു അവിടെ പിതാവിനോട് അപേക്ഷിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടി? അവൻ ശിമോന് വേണ്ടി, ശിമോൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ. എന്തിനു വേണ്ടിയാണ്? കാരണം എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഗോതമ്പ് പോലെ നമ്മയും പാറ്റിക്കളയേണ്ടതിന് അവൻ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെ നാം നിലനിന്നതല്ല, നമ്മെ നിർത്തിയ ഒരു കർത്താവിൻ്റെ സ്നേഹം, നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവിൻ്റെ സ്നേഹം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും വിശ്വാസത്തിൽ പതറാതെ തളരാതെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവ് എന്തിനു വേണ്ടിയാണ് നമുക്ക് ആ കൃപ നൽകുന്നത്? ആമേൻ വിശ്വാസത്തിൽ ഉറച്ച ശേഷം സ്തോത്രം മറ്റുള്ളവരെ ഉറപ്പിക്കേണ്ടതിന്, മറ്റുള്ളവരെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കരുത്ത് നമ്മിലൂടെ അവർക്ക് പകരുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് നമ്മെ കർത്താവ് സ്തോത്രം സാത്താൻ്റെ ഹിതപ്രകാരം, സാത്താൻ്റെ ഇഷ്ടപ്രകാരം നമ്മെ പാറ്റിക്കളയാതെ കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുകയില്ല. വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം സ്തോത്രം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 8, 9, 10 വചനങ്ങളിൽ സ്തോത്രം യേശു പറഞ്ഞതുപോലെ പത്രോസ് അതായത് ശിമോൻ പത്രോസ് സഹോദരന്മാരെ ഉറപ്പിക്കുന്നത്, തൻ്റെ ലേഖനത്തിലൂടെ ഉറപ്പിക്കുന്നത്
നമുക്ക് കാണുവാനിടയായി തീരും. അവിടെ വായിക്കുന്നു, ഉണർന്നിരിപ്പീൻ, അമ്മൻ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. കണ്ടോ? ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ആലോചന യേശു പറഞ്ഞതുപോലെ തന്നെ പത്രോസ് ആമേൻ സ്തോത്രം അവിടെ സമർപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, ലേഖനത്തിലൂടെ ആമേൻ സ്തോത്ര പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് താൻ ആമേൻ ശക്തമായി, ഹല്ലേലൂയ, അവരൊരു ലേഖനം എഴുതുമ്പോൾ പറയുക, ആമേൻ, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി സാത്താനോട് എതിർത്ത് നിൽപ്പേൻ. മാത്രമല്ല ആമേൻ, ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. ഈ ബോധ്യം പത്രോസിന് എവിടെ നിന്ന് ലഭിച്ചു? തൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ച ഒരു വെളിപ്പാടാണ് താൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അന്ന് ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ ആമേൻ സ്തോത്ര തന്ത്രം ഉപയോഗിച്ചുവെങ്കിൽ ശീമോൻ ആമേൻ പത്രോസ് ആമേൻ താൻ ലേഖനം എഴുതുന്ന സമയത്ത് പറയുന്നു, സാത്താൻ ആമേൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നോ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അതൊരു അനുഭവം തന്നെയാണ് ഈ അന്ത്യകാലത്ത് നാം കാണുന്നത്. ആയതിനാൽ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി ആമേൻ സ്തോത്രം നിലനിൽക്കാം. അതിനായി കർത്താവ് നമ്മെ ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കും. ഈ നാളുകളിൽ നാമും വിശ്വാസത്തിൽ ഉറച്ച് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരായി മാറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു. അതേ നാഥ, വിശുദ്ധ പൗലോസും പറഞ്ഞുവല്ലോ, കർത്താവെ, നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും കർത്താവ് ഈ നാളുകളിൽ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവെ ആമേ സാത്താൻ്റെ തന്ത്രങ്ങളിലൊന്നും അകപ്പെടാതെ വണ്ണം സാത്താൻ കർത്താവെ തന്ത്രങ്ങളാൽ കടന്നു വരുമ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്തു നിന്ന് കർത്താവ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി കർത്താവെ ഉറപ്പോടെ കർത്താവെ സ്ഥിരതയോടെ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങളെല്ലാവരെയും അതിനായി ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരോട് കർത്താവിന് അമേ ഞങ്ങളെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ, അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ പർപ്പസ് പൂർണ്ണമായി വെളിപ്പെടട്ടെ. അതിനായി അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. അനേകരെ ഉറപ്പിക്കുന്നവരായി ശക്തീകരിക്കുന്നവരായി ഞങ്ങളുടെ പ്രതിസന്ധികളിലൂടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് കരുത്ത് പകർന്ന് കർത്താവെ അനേകരെ വീണ്ടും വിശ്വാസത്തിൽ നിലനിർത്തുവാൻ കർത്താവെ കൃപയിൽ കൊണ്ടുവരുവാൻ കർത്താവ് അനേകരെ ഉറപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വിശ്വാസ ജീവിതത്തിൽ തളരാതെ നിലനിൽപ്പാൻ കൃപ പകരണം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Amen.